നമസ്കാരം. നോൺ ഷുഗർ ഡയറ്റ് എടുക്കുന്ന പലർക്കുള്ള ഒരു സംശയമാണ് തേൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ചിലർക്ക് സംശയം പോലും ഉണ്ടാവില്ല കേട്ടോ. മീൻസ് തേനല്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും പലരും. ആക്ച്വലി നല്ലത് തന്നെയാണ്. കാരണം ഇപ്പോൾ പഞ്ചസാരേനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും അതുപോലെ തന്നെ ഒരുപാട് ആന്റി ബാക്ടീരിയൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഒക്കെയുള്ള ഒരു നാച്ചുറൽ സ്വീറ്റ്നർ തന്നെയാണ് ഹണി. എന്നാൽ ഹണി യൂസ് ചെയ്തുകൊണ്ട് ഡയറ്റ് എടുക്കുമ്പോൾ അത് നോൺ ഷുഗർ ഡയറ്റ് ആവില്ല എന്ന് മാത്രം. നോൺ ഷുഗർ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പഞ്ചസാര ഒഴിവാക്കണം എന്ന് മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല, മധുരമുള്ള എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഹണി എടുക്കുകയാണെങ്കിൽ, അതായത് 21 ഗ്രാം ഹണി എടുത്താൽ അതിൽ 17 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എല്ലാം തേനിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ്. ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് എത്രത്തോളം ഉയരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് പഞ്ചസാരയിൽ 60 ആണെന്നുണ്ടെങ്കിൽ തേനിലേത് 58 ആണ്. അതായത് മധുരത്തിന്റെ കാര്യത്തിൽ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. തേൻ ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. മീൻസ് പാൻ കേക്സോ സ്മൂത്തീസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ചെറിയ എമൗണ്ടിൽ നമുക്ക് തേൻ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ അമിതവണ്ണമുള്ളവരാണ്, മീൻസ് എത്ര ശ്രമിച്ചിട്ടും തടി കുറയാതെ ഡയറ്റ് എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് മീൻസ് PCOD, ഫാറ്റി ലിവറോ പോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഡയറ്റ് എടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മധുരമുള്ള എല്ലാം, മീൻസ് ഫ്രൂട്ട്സ് ഒഴികെ മധുരമുള്ള എല്ലാം നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം. Homeo Medica, the advanced homeopathy for your better life.